ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നാം സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ചില ആളുകളുടെ ധാരണ ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും ലോകത്ത് തന്നെ ആദ്യമായി വരുന്നത് തനിക്കാണ് എന്നുള്ളതാണ്. പൂർവികരുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുക. അമ്പിയാക്കൾ മൂസാ നബിയും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമും അയ്യൂബ് നബിയും ഇബ്രാഹിം നബിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അടക്കം. ഇനി സ്വഹാബാക്കളുടെ ചരിത്രം നോക്കൂ. അമ്മാറും സുമയ്യയും യാസിറും ബിലാലും ഇവരൊക്കെ എന്തെല്ലാം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയത്. നമ്മൾ അറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നവും പ്രതിസന്ധിയും നമ്മെ ശുദ്ധീകരിക്കുവാനും വിമലീകരിക്കുവാനുമുള്ളതാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. സ്വർണം തീയിലിട്ട് ഉരുക്കിയെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ആ സ്വർണം ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളത് പോലെയാണ്. എന്നതുപോലെ നമ്മളും ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ റിയലി സംഭവിക്കുന്നത് നാം ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പോരായ്മകളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി റബ്ബ് നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല അവസരങ്ങളാണ് നമ്മുടെ പരീക്ഷണങ്ങൾ. ഈ ഒരു രീതിയിൽ ഇതിനെ നോക്കിക്കണ്ടാൽ പരീക്ഷണത്തെ ക്ഷമയോടെ അഭിമുഖീകരിക്കുവാനുള്ള വിൽ പവർ കപ്പാസിറ്റി വിശ്വാസികൾക്ക് ലഭിക്കും.